അടുത്ത ആഴ്ച തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് തന്നെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചതായി നെതന്യാഹു അറിയിക്കുകയും ചെയ്തു. ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം വൈറ്റ് ഹൌസിലെത്തുന്ന ആദ്യ വിദേശ നേതാവായി നെതന്യാഹു ഇതോടെ മാറും. ഇസ്രായേലിലും അയൽ രാജ്യങ്ങളിലും സമാധാനം കൊണ്ടുവരാനും തങ്ങളുടെ പൊതുശത്രുക്കളെ എങ്ങനെ നേരിടാമെന്ന് ചർച്ച ചെയ്യാനും ട്രംപ് ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ വൈറ്റ് ഹൌസിന്റെ കത്താണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് പിന്നാലെയാണ് ഇരുവരും പ്രധാനമായും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നതും. 6 ആഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിന്റെ 16ാം ദിനമായ ഫെബ്രുവരി 4-ന് രണ്ടാം ഘട്ടത്തിനായുള്ള ചർച്ചയും നടക്കുന്നതായിരിക്കും. എന്നാൽ സമാധാന ചർച്ചയുമായി ആണോ ട്രംപും നെതന്യാഹു മുന്നോട്ട് പോവുക, അതോ ഗാസയിൽ വീണ്ടും ചോരക്കളം തീർക്കുമോ എന്നതിലും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. അതിന് പിന്നിലെ പ്രധാന കാരണം മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ എടുത്തു കളഞ്ഞിരുന്നുവെന്നതാണ്. 2000 പൗണ്ട് ബോംബുകൾ ഇസ്രായേലിന് നൽകാൻ ട്രംപ് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇസ്രായേലിന് ബോംബുകൾ നൽകാൻ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കണമെന്നാണ് ട്രംപ് സൈന്യത്തിന് നൽകിയിട്ടുള്ള പ്രധാന നിർദ്ദേശം. വെടിനിർത്തൽ കരാറിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ സുപ്രധാന നീക്കം. US സൈനിക സഹായം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അതിനാൽ ഫെബ്രുവരി 4-ന് നടക്കുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച വളരെയധികം നിർണായകമാണ്. ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. വെടിനിർത്തൽ കരാർ തുടരാൻ ട്രംപ് ആവശ്യപ്പെട്ടേക്കുമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകില്ലെന്നാണ് ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനമെങ്കിലും ട്രംപ് പിന്തുണയ്ക്കുമെന്നും വേണ്ടത്ര ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറുമെന്നും അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനെതിരെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുവാനും ഇറാന്റെ എതിരാളിയും അറബ് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യവുമായി സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്താനും ട്രംപ് ആഗ്രഹിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇസ്രായേലും ഹമാസും തടവിലാക്കിയവരെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ കരാർ അനുസരിച്ച് പാലസ്തീനികളെ ഗാസയിലേക്ക് മടങ്ങിവരാൻ ഇസ്രായേൽ അനുവദിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയായിരുന്നു 3.25 ലക്ഷത്തിലധികം പാലസ്തീനികൾ വടക്കൻ ഗാസയിലേക്ക് തിരിച്ചെത്തിയതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പലായനം ചെയ്ത ദശലക്ഷക്കണക്കിന് ആളുകളിൽ 1/3 പേരാണ് തിരിച്ചെത്തിയിരുന്നത്. വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളുടെ അടുത്ത മോചനം നടക്കും. തുടർന്ന് മറ്റൊരു കൈമാറ്റവും നടക്കുന്നതാണ്. 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ 2023 ഒക്ടോബർ 7-ന് ഹമാസ് പിടിക്കപ്പെട്ട 33 ബന്ദികളെ മോചിപ്പിക്കണം. ഇതിന് പകരം ഏകദേശം 2000 പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്നാണ് നിലനിൽക്കുന്ന കരാർ.